എണ്ണയുമായി ഇറാനിൽ നിന്നുള്ള 2 എണ്ണ ടാങ്കറുകൾ ഇന്ത്യൻ തീരത്തെത്തി. ഇറാനിയൻ പതാകയുള്ള VLCC ഫെലിസിറ്റി സിക്ക തുറമുഖത്തും മറ്റൊരു എണ്ണക്കപ്പലായ ജയ ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തും നങ്കൂരമിട്ടു. അതിനിടെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നു എന്ന വാർത്ത ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ നിഷേധിച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇറാനിൽ നിന്നുള്ള 2 എണ്ണ ടാങ്കറുകളാണ് ഇപ്പോൾ ഇന്ത്യൻ തീരത്തെത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 7 വർഷത്തിനോട് ശേഷമാണ് ഇത്തരത്തിൽ ഇറാനിൽ നിന്ന് ഈ എണ്ണ എത്തുന്നത് ഇന്ത്യയിലേക്ക്. അത് തന്നെയാണ്. അതായത് 2019 ഈ ട്രംപ് ഭരണകൂടം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഈ കർശനമായ ഉപരോധം ഏർപ്പെടുത്തുകയും തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ എണ്ണ വാങ്ങിക്കാൻ ഈ ചില താൽക്കാലിക അനുമതി US നിന്ന് ലഭിക്കുന്നത്. അതെന്തായാലും ഈ മാസം അവസാനിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് 2 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ ഇപ്പോൾ ഇന്ത്യൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. അതിലൊന്ന് ഇറാനിയൻ പതാകയുള്ള VLCC ഫെലിസിറ്റി, അത് സിക്ക തുറമുഖത്താണ് നങ്കൂരമിട്ടിരിക്കുന്നത്. മറ്റൊരു എണ്ണക്കപ്പൽ ജയ, അത് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്ത് എത്തിയതായാണ് വിവരം. അത് ഇന്ത്യൻ ഓയിലിന്റെ ആണ് ആ എണ്ണ വാങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. 2 കപ്പലുകളിലുമായി ഏകദേശം 2 ദശലക്ഷം ബാരൽ എണ്ണകൾ ഉണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ 2 വലിയ കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യൻ തീരത്ത് ഇറാനിയൻ എണ്ണയുമായി എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടക്കുന്ന ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ടോളുകൾ ഈടാക്കുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു. അത് പൂർണ്ണമായി ഇപ്പോൾ ഇറാൻ നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടാങ്കുകൾക്ക് ഒരു തരത്തിലുള്ള ടോളും ഈടാക്കിയിട്ടില്ല എന്നാണ് ഇന്ത്യയിൽ ഇറാൻ അംബാസഡർ ആയിട്ടുള്ള മുഹമ്മദ് ഫത്താലി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 2 ഇറാനിയൻ എണ്ണ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തിയിരിക്കുന്നു. അമൃത, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.